നമസ്തേ സന്തോഷ് ജി. നമസ്തേ നമസ്തേ. സന്തോഷ് ജി, ഈ നമ്മളെപ്പോഴും ക്ഷേത്രകാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ ഇപ്പോ കേരളത്തെ സംബന്ധിച്ച് ക്ഷേത്രോത്സവം, ആയിരക്കണക്കായ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിലെ പൂരങ്ങളും വിവിധങ്ങളായ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതെ. നമ്മുടെ ഭക്തരെ സംബന്ധിച്ച് കൊടിയേറി ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങൾ കൊടിയേറ്റ് കണ്ടാൽ കൊടിയിറക്കും കാണണം എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് കൊടിയിറക്ക് കണ്ടില്ലെങ്കിൽ അവർക്ക് കൊടിയേറ്റിന് പോകുമ്പോൾ കൊടിയിറക്കും കൂടെ കാണാൻ പാകത്തിനുണ്ടെങ്കിലേ പോവുള്ളൂ. രണ്ടാമത്തെ കാര്യം, കൊടിയേറ്റ് കണ്ടിട്ട് കൊടിയിറക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അതവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു ഘടകമായി മാറുന്നു ഭക്തരുടെ. അതെ. ഇത് അതിനകത്ത് എന്താണ് അതിന്റെ അനുഷ്ഠാനം, എന്താണ് അതിന്റെ ആചാരം, അങ്ങ് അതൊന്ന് വിശദീകരിച്ചാൽ നന്നായി. അതിന്റെ ആ പ്രയോഗത്തില് മോഹൻജി ഒരു ചെറിയൊരു വ്യത്യാസം കൂടി വരുത്താറുണ്ട്. കൊടിയേറ്റ് കാണണം എന്നുള്ളതിന് പകരം കൊടിയേറ്റ് കൂടണം എന്നാക്കണം. കൊടിയിറക്കം കൂടണം. അതായത് ശ്രീഭൂതബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പങ്കാളികളാവണം. അപ്പോ എന്തുകൊണ്ടാണ് കൊടിയേറ്റ് നമ്മൾ കൂടണം എന്ന് പറയുന്നത്? അതിൽ കൂടുകയാണ്, കാണുക മാത്രമല്ല. പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചഭൂത സേവയിലൂടെ ആ പഞ്ചഭൂതങ്ങളിലൂടെ ഏറ്റവും പരിശോഭിതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ച് ജീവിതത്തെ ആനന്ദമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ എന്ന് പറയുന്ന 5 പഞ്ചഭൂത പ്രീതിയിലൂടെ ശുദ്ധിക്രിയകളാടി, ശുദ്ധി കലശങ്ങളാടി പഞ്ചഭൂത ശുദ്ധിയെ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലും, അതായത് ഭൂമിയിലും ആ പഞ്ചഭൂത ശുദ്ധിയെ ചെയ്തുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഷൺമുഖ ഭാവങ്ങളെ ആചരിക്കുന്ന രീതിയാണ് ഈ ഉത്സവം എന്ന് പറയുന്നത്. അതായത് സൂര്യന്റെ 12 ഭാവത്തിലെ 6 ഷൺമുഖ ഭാവങ്ങൾ വിരിയുന്നുണ്ട്. അത് ഒരു ദിവസത്തെ 24 മണിക്കൂറത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് ആ ഷൺമുഖ ഭാവങ്ങൾ വരുന്നത്. 6, 4, 24, 4 മണിക്കൂർ വീതം ചേരുന്ന 3 ശക്തിയും 3 ചൈതന്യവും ചേരുന്ന ആ 6 ഭാവങ്ങൾ. അത് തന്നെയാണ് ഒരു വർഷത്തില് 12 മാസങ്ങളിലൂടെ അതിന്റെ ആരോഹണ മാസവും അവരോഹണ മാസവും ചേർന്ന ഷഡ് ഋതുക്കള്. അപ്പോൾ നമ്മള് ഹേമന്തകാലം എന്ന് പറയുന്ന 2 മാസക്കാലം കൊണ്ടാണ് ഉത്സവ ആഘോഷങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒന്നിനോട് മാച്ച് ചെയ്ത് പോകുന്നത് സുബ്രഹ്മണ്യന്റെ 6 മുഖങ്ങളെ ആചരിക്കുന്ന രീതിയാണ്. ഇപ്പൊ ജീവന്റെ 6 ഭാവങ്ങളെയും ആചരിക്കുന്ന രീതിയാണ്, ഋതു ആചരണ രീതിയാണ്. അപ്പൊ സംക്രമ പൂജകള്, അതുപോലെ അമാവാസി പൗർണമി പൂജകൾ എല്ലാം നടക്കുന്നതോടൊപ്പം തന്നെ ഹേമന്തകാലത്ത് നമ്മളുടെ മാനസികപരമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ഈ ഉത്സാഹമാകുന്ന ജീവിതത്തിലേക്ക് കുടിയേറ്റുന്നതിന് വേണ്ടിയിട്ട്, കുടിയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉത്സവം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ഉത്സാഹമാണ് ജീവിതം, ആ ഉത്സവമാകുന്ന ജീവിതത്തിലേക്ക് ജനങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരികയാണ്. എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ, വർഷകാല ജന്യരോഗങ്ങളാൽ ശരത്കാലത്ത് സംഭവിക്കുന്ന മരണങ്ങളും രോഗങ്ങളിലും അവശത അനുഭവിച്ച് മരണത്താലും രോഗത്താലും ദുഃഖിക്കുന്ന ജനതയെ ഹേമന്തകാലത്ത് ആ ക്ഷീണാവസ്ഥയിൽ നിന്നും നീക്കി ശൈത്യത്തെ താണ്ടുവാൻ പ്രാപ്തിയുള്ള രീതിയിലേക്ക്, ജീവിതത്തിലേക്ക്, ഉത്സാഹമാകുന്ന ജീവിതത്തിലേക്ക് കുടിയേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്സവങ്ങളാണ്. പടഹാദിയായാലും കൊടിയേറ്റ് ഉത്സവങ്ങളായാലും എല്ലാം അങ്ങനെയാണ് നടക്കുക. ഇപ്പൊ നല്ല രസകരമായിട്ടുള്ള ഒരു ആചരണ പദ്ധതിയാണിത്. നമ്മള് വിചാരിക്കുക, ഈ 2 മാസം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ഉത്സവങ്ങളും തീർന്നു പോകും. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ഉത്സവങ്ങളെല്ലാം ഇത്ര പെട്ടെന്ന് എല്ലായിടത്തും ഓടി എത്താൻ പറ്റാത്ത രീതിയിൽ ഉത്സവങ്ങൾ അങ്ങനെ പെട്ടെന്ന് മിന്നി മറിഞ്ഞു പോയി? 2 മാസക്കാലം കൊണ്ട് ഉത്സവങ്ങളെല്ലാം തീർന്നു പോകും. ഞാനൊക്കെ നേരത്തെ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, 12 മാസം ഉണ്ടല്ലോ, ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ട് അടുത്ത റെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഉത്സവം, അത് കഴിഞ്ഞിട്ട് അടുത്ത ഉത്സവമാണ്, 12 മാസം ഉത്സവം ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ആചരണ പദ്ധതി എന്ന് ചോദിച്ചാൽ, അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഹേമന്തത്തിന്റെ ക്ഷീണങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കൊടിയേറ്റ് ഉത്സവങ്ങൾ. അപ്പൊ കൊടിയേറ്റ് ഉത്സവങ്ങൾ എങ്ങനെ ഒരുങ്ങുന്നു, ആ ക്ഷേത്രഭൂമി, ആ ദേശം, ശൈവ നിലയമായിരിക്കുന്ന, ശിവദേഹമായിരിക്കുന്ന, ശിവന്റെ ബ്രഹ്മശക്തിയുടെ മുഖമായിരിക്കുന്ന ആ ദേശത്തെ എങ്ങനെ നമ്മള്, അവിടെ ഓരോ ദേവതാ സങ്കല്പം ഉണ്ടാവും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതായത് ഭൂമിയാണ് ശിവൻ, ആ ഭൂമിയുടെ, ആ ദേശത്തിന്റെ ദേവതാഭാവം ഉണ്ടാവും. അവിടെ ചിലപ്പോ വിഷ്ണുവിന്റെ ഭാവമായിരിക്കും, ചിലപ്പോ ഭദ്രകാളിയുടെ ഭാവമായിരിക്കും, ചിലപ്പോ ദുർഗയായിരിക്കും, ചിലപ്പോ
ശാസ്താവായിരിക്കും, സുബ്രഹ്മണ്യനായിരിക്കും, ആ ദേവതാഭാവങ്ങളെ ആയിരിക്കും നമ്മൾ അവിടെ പ്രധാന ദേവനും ചേർന്ന് ഉപദേവന്മാരും എല്ലാവരും ഉണ്ടാവും. അപ്പൊ ക്ഷേത്ര ദേശങ്ങളില് നാളും ഗ്രഹങ്ങളും എല്ലാം സാമീപ്യമായി വരുന്ന പ്രധാന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ പ്രദേശത്തിന്റെ അഗ്രഹ നക്ഷത്ര പഞ്ചഭൂത പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള ഉത്സവങ്ങളെ നിശ്ചയിച്ച് ആണ്ടുതോറും നടത്തി വരുന്ന ഈ ആഘോഷ പരിപാടികൾ അത് ഒരിക്കലും നിൽക്കാതെ സനാതനമായിട്ട് തുടരുന്നതാണ്. അതൊരു പ്രക്രിയയായിട്ട് വളരെ ചിട്ടയോടുകൂടി നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഉത്സാഹത്തിലേക്ക് കൊടിയേറ്റാൻ വേണ്ടിയിട്ട്, കൊടിയിരുത്താൻ വേണ്ടിയിട്ട്, ജനങ്ങളെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ കൊടിയേറ്റുന്നത്, അതിനു വേണ്ടിയിട്ട് എത്ര ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടാണോ ചെയ്യുന്നത്, ആ പ്രദേശത്തെ ശുദ്ധീകരിക്കുന്നത്, ഈ ഉത്സവം കഴിയുമ്പോൾ അത്രയും അശുദ്ധി അവിടെ വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. ശരിക്കും ഈ കൊടി ഇറക്കുന്ന സമയത്ത് ആ ശ്രീഭൂതബലിയോട് കൂടിയിട്ട് പഞ്ചഭൂത ശുദ്ധിയെ വീണ്ടും അവിടെ ചേർത്ത് വെച്ച് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യത്തെ ആ ആഘോഷ ദേശത്ത് സംഭവിച്ചിരിക്കുന്ന ആ ദേശത്തെ ശുദ്ധീകരിച്ച് വീണ്ടും കൊടിയിറക്കുമ്പോൾ പ്രായശ്ചിത്തമായിട്ട് അവിടെ വീണ്ടും ബലികർമ്മങ്ങളെ ചെയ്തിട്ടാണ്, ശ്രീഭൂതബലി നടത്തിയിട്ടാണ് നമ്മൾ അവിടുന്ന് പിരിയുന്നത്. അപ്പൊ കൊടിയേറ്റുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൊടിയിറക്കം. കൊടിയിറക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ശുദ്ധി നടന്നിരിക്കണം എന്നാണ്. ശുദ്ധി കലശങ്ങൾ ആടിയിരിക്കണം. അപ്പൊ ആ പ്രദേശത്തെ വീണ്ടും സജീവമാക്കുകയാണ്. ഒരു ഉത്സവം കഴിഞ്ഞാൽ അവിടുത്തെ എങ്ങനെയാണോ ഉത്സവത്തിന് വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങുന്നത്, അതുപോലെ തന്നെ വീണ്ടും ആ പഞ്ചഭൂതങ്ങളുടെ ശുദ്ധീകരണത്തിലൂടെ വീണ്ടും ആ ക്ഷേത്രത്തെ പരമമായിട്ടുള്ള പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാരും ഭക്തർ പിരിഞ്ഞു പോകേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് കൊടിയേറ്റുന്ന ആളുകള് കൊടിയിറക്കുമ്പോഴും ഉണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ഭക്തരും ക്ഷേത്ര ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. കൊടിയേറ്റിന് വേണ്ടി ചെയ്യുന്ന എല്ലാ സന്തോഷകരമായി തീരാൻ വേണ്ടി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും കൊടിയിറക്ക സമയത്തും കൂടെ ഉണ്ടാവണം. അപ്പൊ നമ്മൾ സന്നിധാനമാവണം, നമ്മളത് ഹാജരാവണം, നമ്മളത് കൂടണം. അത് കൂടുമ്പോൾ മാത്രമാണ് നമുക്ക് തൃപ്തി ഉണ്ടാവുള്ളൂ. പിറ്റേ ദിവസവും തൊഴാൻ വരുന്ന ഭക്തന് തൃപ്തി, അവിടുന്ന് ഭക്തി ഉണ്ടാവണമെങ്കിൽ, അവിടെ ഭക്തി ജനിക്കണമെങ്കിൽ അവിടെ വൃത്തി ഉണ്ടാവണം. വൃത്തി ഉണ്ടായില്ലെങ്കിലോ അവിടെ ഏതെങ്കിലും ഒരു ഭക്തന് കൊടിയിറക്ക് കൂടാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും ഒന്നുമില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് പലപ്പോഴും കൊടിയേറ്റ് കൂടാൻ പറ്റില്ല. സ്വന്തമായിട്ടുള്ള തൃപ്തിക്ക് ഒരു പോരായ്മ ഉണ്ടാവാം, അതല്ലേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ യാതൊരു, അതായത് ശ്രീഭൂത ബലിക്ക് മുഴുവൻ ഭൂതഗണങ്ങളും അവിടെ എത്തുമെന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ പൂർവികരും അവിടെ എത്തുന്ന ഒരു സങ്കല്പമുണ്ട്, കേട്ടിട്ടില്ലേ അത്? അവിടെ ഒരു ശ്രീഭൂതബലിക്ക് നമ്മുടെ മരിച്ചുപോയ പൂർവികരുടെയും ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നുള്ള ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അപ്പൊ അങ്ങ് ചെന്നു ശ്രീഭൂതബലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്ഷേത്രത്തിന്റെ, ആ പ്രദേശത്തെ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ ചെല്ലുമ്പോൾ, ഇപ്പൊ ഞാൻ അവിടെ ചെല്ലുകയാണ്, അല്ലെങ്കിൽ അങ്ങ് അവിടെ ചെല്ലുകയാണ്, അവിടെ മറ്റു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്ഷേത്ര ഭക്തര് അവിടെയുണ്ട്. ആ മുഴുവൻ ഭക്തജനങ്ങളും അവിടെയുള്ളപ്പോൾ അങ്ങയുടെ മുതിർന്ന ആളുകള് അവിടെ ആരെയായിരിക്കും ആദ്യം കാണുക? അങ്ങയുടെ പിതാവിനെയും മാതാവിനെയും ആയിരിക്കും ആദ്യം ദർശിക്കുക. ഇന്ന ആളുടെ മകനാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോ അങ്ങയുടെ പിതാവിന്റെ നാമം അവിടെ ഉച്ചരിക്കപ്പെടും. അതെ, അത് ശബ്ദത്തിലോ മനസ്സിലോ ഒക്കെ ആയിട്ട് വരും. തീർച്ചയായിട്ടും. നമ്മൾ സാധാരണ പറയാറുള്ളത് മരിച്ചു പോയവരുടെ ഓർമ്മകളെ പോലും അവിടെ നിറയ്ക്കുന്ന രീതിയിൽ അവരുടെ സാന്നിധ്യം പോലും അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത് വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ആ സാന്നിധ്യം അവിടെ ഉണ്ടാവും. ഞാൻ എൻ്റെ അച്ഛന്റെ ഓർമ്മകൾ നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ അവര് എന്നെയല്ല കാണുന്നത്, അച്ഛനിലൂടെ എന്നെ ദർശിക്കുക. ഇന്ന ആളുടെ മകനാണ് കേട്ടോ വന്നിരിക്കുന്നത്, KK രാജൻ കുഴിമരത്ത് എന്ന് പറയുന്ന ആളുടെ മകനാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പൊ തന്നെ ചെല്ലുമ്പോഴും കുട്ടികളെ അവർ കാണുന്ന നമ്മളിലൂടെയല്ലേ. അതെ. അപ്പോ അവിടെ ഒരു ബന്ധം പുതുക്കുകയാണ്. നമ്മുടെ തലമുറകളുടെ ആ ബന്ധങ്ങളെ അവിടെ പുതുക്കുകയാണ്.
ഉള്ളിലറിയാതെയാണ് അത് പൊതുങ്ങുന്നത്. അതെ, അതുകൊണ്ടാണ് ശ്രീഭൂതബലിക്ക് വരുമ്പോ സർവഭൂതഗണങ്ങളും മരിച്ചവരുടെ പോലും സാന്നിധ്യവും നാമവും എല്ലാം അവിടെ പ്രകീർത്തിക്കപ്പെടും എന്ന് പറയുന്നത്. കീർത്തിക്കപ്പെടും, അത് കീർത്തിയെ വർദ്ധിപ്പിക്കും. അങ്ങനെയുള്ള ശ്രീഭൂതബലി നടക്കുന്ന സമയത്ത് അവിടെ എത്തണം എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലെ ഒരു ചുരുക്കെഴുത്ത് ഇതാണ്. അപ്പൊ ഇത് നമ്മൾ ഉത്സവം ആഘോഷിക്കുമ്പോൾ ഉള്ള അതേ ആളുകൾ തന്നെ ഈ ശുദ്ധി ക്രിയകൾ നടക്കുമ്പോൾ ക്ഷേത്ര പരിസരം മലീമസപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അവിടെ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു മാലിന്യ കൂനകൾ ഉണ്ടാവാം. ഇതിനെല്ലാം ശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് വീണ്ടും പഞ്ചഭൂത ശുദ്ധിയെ ചെയ്ത് ശ്രീഭൂതബലിയെ നടത്തി ആ ക്ഷേത്രത്തെ വീണ്ടും ക്ഷതത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്ന ഇടമാക്കി മാറ്റിയിട്ടാണ് നമ്മൾ പിരിയേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഭക്തിയോട് കൂടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. ഭക്തരാണ് അത് ചെയ്യേണ്ടത്. അതാണ് കൊടിയേറ്റുന്ന ആളുകൾ തന്നെ ആ കൊടിയേറ്റ് എങ്ങനെ കൂടുന്നോ, കാണുന്നൊന്നുമല്ല, കൂടുന്നോ അതുപോലെ തന്നെ കൊടി ഇറക്കിലും കൂടണം. കൊടി ഇറക്കുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആ ക്ഷേത്രദേശം എത്ര ഏരിയ ആ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ടോ അത്രയും ദേശം നമ്മൾ ശുദ്ധീകരിച്ച് പവിത്രീകരിക്കുവാനും അത് ജലത്താൽ ശുദ്ധി ക്രിയ ചെയ്യുവാനും മുന്നിട്ടിറങ്ങണം. അത്രയും പേര്. ഈ കാര്യത്തിൽ ഒരു ചെറിയ സംശയം കൂടെ ഉണ്ട്. ചില ക്ഷേത്രങ്ങളില് രാവിലെയാണ് കൊടിയേറ്റ്, ചില ക്ഷേത്രങ്ങളിൽ വൈകിട്ടാണ്. അതെ, അതൊരു കാര്യം. രണ്ടാമത് ചില ക്ഷേത്രങ്ങളിൽ ആറാട്ടിന് പോകുമ്പോൾ കൊടി ഇറക്കിയിട്ടാണ് ആറാട്ടിന് പോകുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ആറാട്ട് കഴിഞ്ഞ് വന്നിട്ടാണ് കൊടി ഇറക്കുന്നത്. അതെ, അതെന്താണ് അതിന്റെ? പല ക്ഷേത്രങ്ങളിലും ജനിത ഘടനയ്ക്ക് വ്യത്യാസമുണ്ട്. പിന്നെ ഷൺമുഖ ഭാവങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് രാവിലെ വൈഷ്ണവ ശക്തിക്കാണ് പ്രാധാന്യം, ഉച്ചയ്ക്ക് ബ്രഹ്മശക്തിക്കാണ്, രജോ ഗുണത്തിനാണ് പ്രാധാന്യം. അതായത് രാവിലെ സത്വഗുണത്തിന്, ഉച്ചയ്ക്ക് രജോ ഗുണത്തിന്, വൈകുന്നേരം തമോ ഗുണത്തിന്. അപ്പോ വൈകുന്നേരം ശൈവശക്തിക്കാണ് പ്രാധാന്യം, ഉദയത്തില് വൈഷ്ണവ ശക്തിക്കാണ് പ്രാധാന്യം. ഓരോ ക്ഷേത്രത്തിന്റെയും താന്ത്രിക വിധിക്ക് അനുസരിച്ച് സമയത്തിൽ മാറ്റം വരും. കൊടിയേറ്റിനും കൊടി ഇറക്കിനും വ്യത്യാസം വരും. അപ്പൊ എന്നോട് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, ഒരു ദിവസം തന്നെ 2 ക്ഷേത്രത്തിൽ പോകണമെന്ന് നമ്മൾ പ്ലാൻ ഇട്ടു. ഒരു ക്ഷേത്രം വൈഷ്ണവ ക്ഷേത്രമാണോ, ഒരു ക്ഷേത്രം ശിവക്ഷേത്രമാണ്? 2 ക്ഷേത്രവും തമ്മിൽ ദൂരവ്യത്യാസമുണ്ട്. ഒരു ക്ഷേത്രത്തിൽ പോയാൽ രാവിലെ അന്ന് അടുത്ത ക്ഷേത്രത്തിൽ ഓടിയെത്താൻ പറ്റില്ല രാവിലെ. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഈ ശിവക്ഷേത്രത്തിൽ എപ്പോ പോണതാണ് ഉത്തമം, വിഷ്ണു ക്ഷേത്രത്തിൽ എപ്പോ പോണതാണ് ഉത്തമം? ഞാൻ സാധാരണ പറയാറുള്ളത് രാവിലെയാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോകേണ്ടത് ഉത്തമം. വൈകുന്നേരം ശൈവ ക്ഷേത്രങ്ങളിൽ പ്രാധാന്യമുണ്ട്. ശൈവശക്തിക്ക് പ്രാധാന്യം, ആ തമോ ഗുണത്തിന് പ്രാധാന്യം, മണ്ണും ജലവും ചേരുന്ന ആ സമയത്തിന് പ്രാധാന്യം വൈകുന്നേരമാണ്. അപ്പോൾ വൈകുന്നേരം ശിവക്ഷേത്ര ദർശനത്തിൽ പ്രാധാന്യമുണ്ട്, രാവിലെ വൈഷ്ണവ ക്ഷേത്രത്തിന് പ്രാധാന്യമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഓരോ ഇപ്പൊ സരസ്വതീനെ തൊഴണമെങ്കിൽ നമുക്ക് പകല് തൊഴുതിട്ട് സാധാരണ നമുക്കതിന്റെ പൂർണ്ണ ഒരു പ്രയോജനം കിട്ടുകയില്ല, അറിയാലോ. അതിന് അഭികാമ്യമായ സമയം, ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ രാത്രി 2:30 വരെയാണ് സരസ്വതിയാണ് സമയത്താണ്. ആ രാത്രിയാണ് ഏറ്റവും സരസ്വതിക്ക് ഏറ്റവും, അതായത് സരസ്വതിക്ക് കാരണമായിരിക്കുന്ന സരസ്വതിക്ക് ഏറ്റവും ചൈതന്യം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് അത്. അപ്പൊ ആ സമയത്താണ്, രാത്രിയിലാണ് ആകാശത്തിന് പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ ചോറ്റാനിക്കര പോലെയുള്ള ക്ഷേത്രങ്ങളിലെ 3 പേരും അവിടെ പ്രത്യക്ഷമാണ് 3 സമയങ്ങളിലാണ്. This program sponsored by Wool Carrot.